സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 ഓൾറെഡി എല്ലാവരും കണ്ടിട്ടാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം നാളായി ഇറങ്ങിയിട്ട് എന്തായാലും കണ്ടു തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് മൊഴിയാമെന്ന് വിചാരിച്ച്. സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ അമ്മ പോലും, അതായത് സീരീസുമായിട്ട് യാതൊരുവിധ പരിചയമില്ലാത്ത എൻ്റെ അമ്മ പോലും കുത്തിയിരുന്ന് കണ്ട ഒരു സീരീസ് ആയിരുന്നു സ്ക്വിഡ് ഗെയിം. കാരണം അത്രയധികം ആൾക്കാർ ഇമോഷണലി കണക്ട് ആക്കുന്ന എന്തോ ഒരു പരിപാടി ആ സീരീസിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ സീസൺ 2 വരുമ്പോൾ എന്താണ് തോന്നിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഒരു ഇന്റർനാഷണലി ട്രെൻഡായ സീരീസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ഗ്ലോബൽ ഫെനോമെനൻ തന്നെ സൃഷ്ടിച്ചൊരു സീരീസ് ആയിരുന്നു. സോ ആ സീരീസിന് കിട്ടിയിട്ടുള്ളൊരു പുള്ളൊക്കെ വെച്ചിട്ട് ഒരു ക്യാഷ് ഗ്രാബ് എന്ന രീതിക്ക് ഇറക്കിയ ഒരു സീസൺ 2 ആണെന്ന് ചുമ്മാ അങ്ങ് പറയാനായിട്ട് ഈ സീരീസിന് പറ്റത്തില്ല. അതായത് അവർ കാര്യമായിട്ട് എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് കുറച്ച് ബ്ലാക്ക് കോമഡി പരിപാടി രീതിയിലൊക്കെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരു സ്ഥലത്തും വർക്കൗട്ട് ആയില്ലെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീരീസിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ജീഹുണിന്റെ ക്യാരക്ടറിന്റെ മോട്ടീവ് തന്നെ വ്യക്തമല്ല. സ്ക്വിഡ് ഗെയിം നിർത്തണമെന്ന് ചുമ്മാ വായ്ത്താളം അടിക്കുന്നതല്ലാതെ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള പ്ലാൻ ഒക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. ഒരു GPS ട്രാക്കറും അങ്ങ് വെച്ചുകൊണ്ട് ആ ഗെയിമിന്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി ചെന്നാൽ ഈ മൊത്തം ഗെയിമിനെ തന്നെ അങ്ങനെ ഇല്ലാണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞ ആ ഒരു പ്ലാനൊക്കെ എന്ത് സില്ലി ആയിട്ടാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇവർ തന്നെ ഫസ്റ്റ് സീസണിൽ ഈ ഗെയിമിന് കൊടുത്തിരിക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്, അത് മൊത്തം ഈ സീസണിലൂടെ അങ്ങ് കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീസണിൽ ഈ ഗെയിമിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം തന്നെ കുറച്ച് ഫ്രഷ് ആയിരുന്നു. അതായത് ഇതിലിപ്പോൾ സോൾജേഴ്സ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു കോമാളി ലുക്ക് ആണെങ്കിൽ കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും ടെറർ ആകുമ്പോൾ അതൊരു വിയേർഡായിട്ടുള്ളൊരു ഫിയർ നമുക്ക് വരുത്തും. ഇതിൽ ആർക്ക് വേണമെങ്കിലും അടിച്ച് തുളയ്ക്കാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ അവരെ പോർട്രേ ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് അവർ ഫസ്റ്റ് സീസണിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബിൽഡപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വേൾഡിന്, ആ ഒരു സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേൾഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫിയർ ഒക്കെ ഒരു കുട്ടിക്കളിയായിട്ട് മാറ്റിക്കളഞ്ഞു. സീരീസിന്റെ തുടക്കത്തിലെ കുറച്ച് സീക്വൻസുകളൊക്കെ നമ്മൾ സ്ക്വിഡ് ഗെയിമിൽ കണ്ടിട്ടുള്ള അതേ സംഭവങ്ങളൊക്കെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ ഒരു ബ്ലാക്ക് കോമഡി രീതിയിൽ ട്രീറ്റ് ചെയ്ത ചില പരിപാടികളൊക്കെ ഒന്ന് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവിടെ വെച്ചിരിക്കുന്ന ചില എലമെന്റ്സ് ഒക്കെ അത്യാവശ്യം രസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷെ പോകെ പോകെ ഈ ഒരു പരിപാടി എല്ലാം അസ്ഥാനത്തായിട്ട് മാറാൻ തുടങ്ങി. അതായത് സീരിയസ് ആയിട്ട് നമ്മൾ പേടിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ട സ്ഥലവും ചുമ്മാ കോമഡി കുത്തിക്കയറ്റി ഒരുമാതിരി അവർ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം തന്നെ ഭയങ്കര സില്ലായിട്ട് തോന്നി. 5 പേരുടെ കാല് കെട്ടി വെച്ചൊരു ഗെയിമൊക്കെ ഉണ്ട്. ആ ഗെയിം ഡിസൈൻ ചെയ്തിരിക്കുന്ന പരിപാടി അടിപൊളിയാണെങ്കിലും ആ ഗെയിമിന്റെ സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊടുക്കും. നമ്മുടെ യൂട്യൂബിൽ ചില വ്ളോഗർമാർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഇടില്ലേ, കുറച്ച് ബീജം ഇടില്ലേ, ആ ഒരു ബീജം നമുക്ക് കുത്തിക്കയറ്റി വെച്ചേക്കുന്നു. ആൻഡ് ഓരോ ടീമും ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും ചുമ്മാ അങ്ങ് ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഡേ നിന്നെ കൊണ്ട് പറ്റും, ജയിക്കോടാന്നൊക്കെ പറഞ്ഞ് ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോന്നടേ നിങ്ങളൊക്കെ കൊല്ലാനാണ് പോകുന്നത്, അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? ലിറ്ററലി കിങ്ങിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണപരിപാടിക്ക് മത്സരങ്ങൾ നടത്തുന്ന ഒരു പ്രതീതിയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. സോ പറയുമ്പോൾ ഗെയിംസ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം വൻ വധമായിട്ടാണ് തോന്നിയത്. അവിടെ നിന്ന് അങ്ങനെ ക്യാരക്ടേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും കാര്യമായിട്ടൊന്നും പറയാനില്ല. കുറെ ക്യാരക്ടേഴ്സിനെ പല പല ഡൈവേഴ്സിറ്റിയിൽ അവർ കാണിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു റാപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു എക്സ് ലവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, പിന്നെ ഒരു അമ്മയും മോനുമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഡൈവേഴ്സിറ്റി അവർ പിടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കുറച്ചധികം കടമുണ്ട്. അത് അടയ്ക്കാൻ വേണ്ടി കുറച്ച് പൈസ വേണം എന്നതിനപ്പുറം കാര്യമായിട്ട് ഒന്നും അവരുടെ ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ കൊണ്ടടക്കുന്ന കുറച്ച് ട്രോമയെ പറ്റിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എവിടെയും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരുത്താനായിട്ട് സീരീസിന് പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഈ ക്യാരക്ടേഴ്സിനെ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഡയലോഗ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവരത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവരെന്തൊക്കെയോ കാര്യമായിട്ട് പണി ചെയ്തിട്ടുണ്ട്, പണി ചെയ്തില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതൊന്നും ഒരു വൃത്തിക്കല്ല ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് ഓരോ ഗെയിം കഴിയുമ്പോഴും ഇനി ഈ ഗെയിം കളിക്കണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഗെയിം പോലുള്ള ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഈ സീസണിൽ പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വൻ ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഫസ്റ്റ് സീസണിൽ ഈ ഒരു പരിപാടി ഉണ്ടെങ്കിൽ കൂടി അതാകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഗെയിമിൽ വന്നതിന് ശേഷം ഈ ഗെയിമിൻ്റെ ഒരു പരിപാടിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇനി എനിക്ക് ഈ ഗെയിം കളിക്കേണ്ട, തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് തിരിച്ചു പോകാനുള്ള ഒരു പരിപാടി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് തരും. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ ഗെയിമിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കൊണ അടിച്ചിട്ട് കാര്യമില്ല, കളി കളിച്ചിട്ട് തന്നെ പോകണം. സോ അതൊക്കെ ആ ഗെയിമിൻ്റെ ഒരു സീരിയസ്നെസ് കൂട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഈ ഗെയിമിൽ നിന്ന് ഒരു തിരിച്ചു പോക്കില്ല, എല്ലാ ഗെയിമും കളിച്ച് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കിടിലുമായിരുന്നു. പക്ഷേ ഇതിൽ ഓരോ ഗെയിം കഴിയുമ്പോഴും നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കിങ്ങിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു വൈബാണ് കിട്ടുന്നത്. സംഭവം ഈ പരിപാടിയിലൂടെ അവർ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലായി. പൈസയ്ക്ക് വേണ്ടി മനുഷ്യന്മാർ എങ്ങനെയൊക്കെ മാറാം, ഒരു കളി കളിക്കേണ്ടെന്ന് പറഞ്ഞവർ പിന്നെ ഈ പൈസ കാണുമ്പോൾ വീണ്ടും കളിക്കാമെന്ന് വിചാരിക്കുന്ന ആ ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടമൊക്കെ കാണിക്കാനാണ് അവർ നോക്കിയത്. പക്ഷേ ഒത്തില്ല. പേഴ്സണലി എനിക്കത്ര വർക്കൗട്ടായില്ല. പിന്നെ ആ ഗെയിമിൻ്റെ തന്നെ ഒരു സീരിയസ്നെസ് കളയുന്നൊരു ഏർപ്പാടായിട്ടാണ് എനിക്കിത് പേഴ്സണലി തോന്നിയത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എപ്പിസോഡ് 6 വരെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ്. എപ്പിസോഡ് 6 വരെ ഒരു ഡീസെന്റ് വാച്ച് എന്ന രീതിയിലെങ്കിലും ഈ സീരീസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് സജസ്റ്റ് ചെയ്യാമായിരുന്നു. അതായത് സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 1 നമുക്ക് തരുന്ന ഒരു ഹോപ്പും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ച് സാധാ ഒരു സീരീസ് എന്ന രീതിക്ക് വേണമെങ്കിൽ കണ്ടിരിക്കാം എന്ന് പറയാൻ വേണമെങ്കിൽ പറ്റുമായിരുന്നു.
പക്ഷേ 7ാമത്തെ എപ്പിസോഡിൽ അവരൊരു പരിപാടി അങ്ങ് ചെയ്തു പോയി. സോ 7ാമത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ റൈറ്റേഴ്സ് എന്തടിച്ചിട്ടാണ് ഇത് എഴുതി വെച്ചേക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. അന്ത രീതിക്കാണ് ആ ഒരു എപ്പിസോഡ് പോകുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് സ്പോയിലേഴ്സ് പറയാതിരിക്കാൻ പറ്റില്ല. സോ ഇതുവരെ സീരീസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സീരീസ് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ഉത്തമം. അല്ല, ഇനി സീരീസ് കാണാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, സീരീസ് ഓൾറെഡി കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ കാര്യത്തിലേക്ക് കിടക്കാം. ജീഹുന്റെ ക്യാരക്ടർ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു പ്ലാൻ അങ്ങ് ഇടുവാണ്. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ സോൾജേഴ്സിന്റെ കയ്യിൽ നിന്ന് തോക്കും തട്ടിപ്പറിച്ചുകൊണ്ട് ഇതിന്റെ മണ്ടയ്ക്ക് അങ്ങ് പോയിട്ട് ഇതിന്റെ ഹെഡ് ഓഫീസിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെയും കൊന്നിച്ച് ഈ ഗെയിം അങ്ങ് നിർത്തിക്കളയാം. ഡേ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഇത്രയും വലിയൊരു ഗെയിം, അതായത് ഇത്രയും ആൾക്കാർ ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഇത്രയും പ്രൊട്ടക്ഷൻ നടത്തുന്ന ഒരു ഗെയിം നിങ്ങൾ കുറച്ച് പേര്, അതായത് ചുമ്മാ കളിക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേര് തോക്കും തട്ടിപ്പറിച്ചുകൊണ്ട് നിങ്ങൾ 5-6 പേര് ചെന്നങ്ങ് ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇത് എന്ത് ലോജിക്കാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഗെയിമിൻ്റെ ഉള്ളിലോട്ട് ജീഹൻ വന്നിട്ട് ഈ ഗെയിമിന് എങ്ങനെയാണ് നിർത്താൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെ വ്യക്തമല്ല. അതിൻ്റെ കൂടെയാണ് ഈ ഗെയിമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇങ്ങനെ വെടിവെച്ച് കൊന്ന് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്ന ഒരു പ്ലാൻ. എന്താണ് ഈ പ്ലാൻ? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആൻഡ് ഇതെന്തോ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലാൻ എന്നുള്ള രീതിക്കാണ് ഇതിൽ പോർട്രേ ചെയ്ത് വെച്ചേക്കുന്നത്. മാസ് BG ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കോമഡി. ഓക്കെ, ഇനി അതെന്തെങ്കിലും ആവട്ടെ, ജീഹുൺ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി. പക്ഷേ ഈ പ്ലാൻ കേട്ടിട്ട് ഇവൻ്റെ കൂടെയുള്ളവരൊക്കെ അപ്പം തന്നെ അങ്ങ് പറയുവാണ്, കൊള്ളാം, കിടു പ്ലാൻ, നമുക്ക് ഇത് വെച്ച് തന്നെ അങ്ങ് പോവാം, എല്ലാവരും അങ്ങ് പൊളന്ന് നമുക്ക് ഈ ഗെയിം തന്നെ അങ്ങ് നിർത്തിക്കാമെന്ന്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീഹുൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരില്ലേ, ഇവന്മാരെല്ലാവരും ഈ ഗെയിം നിർത്താം, നമുക്ക് കിട്ടിയിടത്തോളം പൈസ മതി, നമുക്ക് കടമുണ്ട്, കടപ്പാടുമുണ്ട്, ഈ പൈസയൊക്കെ തീർക്കണമെങ്കിൽ ജീവൻ പണയം വെച്ച് ഇനി നമുക്ക് എന്തായാലും ഈ ഗെയിം കളിക്കണ്ട, കിട്ടിയ പൈസയും വെച്ചുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഈ ഗെയിം നിർത്താൻ വേണ്ടി തോക്കും പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. നിനക്കൊക്കെ ഈ ഗെയിം നിർത്തിയിട്ട് എന്തിനാടാ? നീയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഗെയിമിൽ ഇത്രയും വരെ ഈ ഗെയിം കളിച്ച് നിങ്ങൾ വന്നത്. ഈ ഗെയിം നിർത്തിയിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാൻ? നിനക്കൊക്കെ കിട്ടിയ പൈസ കൊണ്ട് വീട്ടിൽ പോയാൽ പോരെ. ആൻഡ് ഈ പ്ലേയേഴ്സിൽ ഭൂരിഭാഗം പേരും ആർമിക്കാരാണ് കേട്ടോ. അതായത് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ, അത് തോക്കും വെച്ചുകൊണ്ടുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് തോക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളൊരു ലോജിക്കൽ സംശയമൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആർമിക്കാരാക്കിയേക്കുവാണ്. ആൻഡ് ഇതൊരു അമൽനീരത് പടത്തിൽ മാത്രം തോക്ക് കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൂടി ഈ ഒരു ആർമിക്കാരി പെണ്ണ് വന്നിട്ട് ഇങ്ങനെയാണ് തോക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് 2 സ്റ്റഡി ക്ലാസ് അങ്ങ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ ഷാർപ്പ് ഷൂട്ടേഴ്സായി മാറി. അതിനുശേഷം സ്ക്വിഡ് ഗെയിമിലെ തന്നെ ആ സോൾജേഴ്സിനെ തന്നെ അങ്ങ് വെടി വെച്ച് ഇടുവാണ് എല്ലാവരും കൂടെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10-20 മിനിറ്റോളം വെടിയാണ് സീരീസിൽ മൊത്തം. ഒളിച്ചിരുന്ന് അങ്ങോട്ട് വെടിവെക്കുന്നു, ഒളിച്ചിരുന്ന് ഇങ്ങോട്ട് വെടിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മൾ ഈ തൊട്ടാപ്രാന്തിക്ക് കളിക്കില്ലേ, ആ ഒരു മോഡിലുള്ള ഒരു വെടിവെപ്പ് സീനും എടുത്തു വെച്ചേക്കുവാണ്. ആൻഡ് ഈ ജീഹുൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ എന്തിനാണ് ഇങ്ങനെ സർവൈവ് ചെയ്ത് ഐ മീൻ ഈ സ്ക്വിഡ് ഗെയിമിലെ മെയിൻ ആൾക്കാർ നമുക്ക് ജീഹുണിന്റെ ക്യാരക്ടറിനെ നമുക്ക് മാനസികമായി തളർത്താന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഒരൊറ്റ വെടിയിൽ മച്ചാൻ ഇങ്ങനെ പൊളന്നു വിടാവുന്ന കാര്യമുള്ളൂ. ഇവനെ മാനസികമായിട്ട് തളർത്തിയിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാനാടാ? ഈ സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്നത് തന്നെ കുറച്ച് പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പാവപ്പെട്ട ഒരു പൈസയ്ക്ക് വേണ്ടി തമ്മി തല്ലുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ആ ഒരു പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആ പരിപാടി അപ്പോൾ കൂടുതൽ പ്രശ്നമൊന്നും ഇല്ലാതെ നടക്കണം. അങ്ങനെ അതിനൊരു ത്രറ്റ് വരുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാനല്ലേ ഇവർ നോക്കേണ്ടത്. ഇത് ജീഹുണ്ണെ ഈ ഗെയിമിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന് ജീഹുണ്ണിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് എന്തിനാടാ ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇത് കൂടാതെ വേറെ 2-3 സപ്ലോട്ടൊക്കെ ഉണ്ട് കേട്ടോ സീരീസിൽ. അതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരു വീഡിയോ പോരാതെ വരും. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്. 1ാമത്തെ എപ്പിസോഡ് തൊട്ട് ഒരുത്തൻ ദ്വീപും തപ്പി ഇറങ്ങിയതാണ്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കൂടുതലൊന്നും പറയാനില്ല. പേഴ്സണലി ഒരു തരത്തിലും വർക്കൗട്ട് ആവാത്ത ഒരു അട്ടർ ഫേസ്റ്റ് സീരീസ് ആയിട്ടാണ് എനിക്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2 തോന്നിയത്. ഐ മീൻ 6ാമത്തെ എപ്പിസോഡ് വരെ ജസ്റ്റ് കുഴപ്പമില്ല, കണ്ടിരിക്കാമെന്നെങ്കിലും പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അപ്പോൾ 7ാമത്തെ എപ്പിസോഡിൽ ചെകിടും ഒരു അടി തന്ന പോലെ അമ്മാരി ഒരു പരിപാടി കാണിച്ചു വെച്ചൊരു അപരാധമാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 3ാമത്തെ സീസണിലോട്ടൊക്കെ ഒരു ലീഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ചത്തട്ട് റീത്ത് വെച്ചൊരു അവസ്ഥയിലാണ് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. സോ നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട്? ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായി പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയൊന്നും ഇല്ല ബ്രോ, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണെന്നുള്ളൊരു മൈൻഡാണോ നിങ്ങൾക്കെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.